ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കളർ സ്ലൈസ് എന്താണെന്ന് പഠിക്കാം അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ കളർ കർവ് പഠിച്ചതിൽ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് ഒക്കെ പഠിച്ചു അല്ലേ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കളർ സ്ലൈസിലും വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാക്കാം. കളർ സ്ലൈസ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം റെഡ് കഴിഞ്ഞാൽ ഓറഞ്ച് യെല്ലോ വരുന്നതിന് പകരം ഇവിടെ എന്താണ് വരുന്നത്? റെഡ് സ്കിൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഓറഞ്ച് ടോണ് സ്കിൻ ടോൺ ആണെന്നുള്ള ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാരുടെ സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏകദേശം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അതേപോലെ ബാക്കി കളറുകളൊക്കെ ഉണ്ടോ? യെല്ലോ, ഗ്രീൻ, സിയാന്, ബ്ലൂ, മജന്റ എന്നൊക്കെ പറഞ്ഞ എല്ലാ കളറുകളും ഇവിടെ കാണുന്നുണ്ട്. എന്നാലും ഇവിടെ മാത്രം സ്കിൻ എന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മെയിനായിട്ട് നമുക്ക് സ്കിൻ ടോണുകൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം മുകളിലൂടെ കാണുന്ന കളറുകളാണ്. ഈ കളറുകൾ ഏതൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഹൈലൈറ്റും ഷാഡോ അല്ല കേട്ടോ, ഇവിടെ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഒന്ന് എടുത്ത് കാണിക്കാൻ അത് ഏതാ സംഭവം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണേ. അപ്പോൾ ആ സ്കിൻ ടോണ് ഇതിലൂടെയൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വേണ്ട, ആ കുട്ടിയുടെ മേലെ കൂടെ പിന്നെ കുറച്ച് അപ്പുറത്തൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. ഓറഞ്ച് പോലത്തെ അതും സ്കിൻ ടോൺ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ ഈ കുട്ടിയുടെ സ്കിൻ ടോൺ കറക്റ്റായിട്ട് അത് പിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കളർ എന്നാൽ ബ്ലൂ ആണ്. അത് നമുക്ക് ബ്ലൂ എവിടെ? ബ്ലൂ ഇതാ പിക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാകും. ബ്ലൂ തന്നെയാണ് അവിടെ പിക്കായിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി റെഡ് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ കുറച്ച് റെഡ് ഉണ്ട്, പിന്നെ ലിപ്പിൻ്റെ റെഡ് ഉണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് റെഡ് പിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടോ കറക്റ്റായിട്ട് റെഡ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അത് ചെറിയ ഗ്രേഡുകൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ഈ നമുക്ക് ആദ്യം തന്നെ സ്കിൻ തന്നെ നോക്കാം അല്ലേ. സ്കിന്നിന് താഴെ വന്ന സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെൻറ്റർ, ഈ സെൻറ്റർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാലൻസിങ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല, കാരണം അവിടെ ബാലൻസിങ് ചെയ്യാനാണ്. അപ്പോൾ അതിന് റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് റീസെറ്റ് ചെയ്യാം. മൊത്തമായിട്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ താഴെ വരുന്ന ഈ ഒരു കൺട്രോൾസ് എന്താണെന്ന് മനസ്സിലായോ? നമ്മളിവിടെ ഷാഡോ ഹൈലൈറ്റ് ഒക്കെ പറഞ്ഞാലോ, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ മെയിനായിട്ട് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു കൺട്രോൾ ഉണ്ട്. അതേപോലെ ഒരു ഓഫ്സെറ്റ് ആണ് ഈ കാണുന്ന ഭാഗങ്ങൾ കേട്ടോ. ഇനി തൊട്ട് താഴെയായിട്ട് വരുന്നത് ഇവിടെ എന്താണ്? ഇവിടെ വെറുതെ വെച്ച് നോക്കി കാണാൻ പറ്റും ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രത. സാന്ദ്രത എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. ഇതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് സാച്ചുറേഷൻ. ഓക്കെ, സാച്ചുറേഷൻ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. എന്നാലും സ്കിന്നിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സാച്ചുറേഷൻ ഇത്തിരി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്കിന്നിൽ വന്നിട്ട് ഈ റൈറ്റ് സൈഡ് കാണുന്ന സാച്ചുറേഷൻ കൂട്ടാം. കണ്ടോ എങ്ങനെയായി സാച്ചുറേഷൻ? അതായത് ആ ഒരു കളറിൻ്റെ ഡെപ്ത് കൂടി വന്നു അല്ലേ. താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറിപ്പോവും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തിരി സാച്ചുറേഷൻ ഞാൻ ഇവിടെ കൂട്ടിയിട്ടു കേട്ടോ. ഒരാളിലൊക്കെ സാച്ചുറേഷൻ കൂട്ടിയിട്ടു. ഇനി അതിൻ്റെ ഡെൻസിറ്റി, ആ സാച്ചുറേഷൻ ഡെൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ കറുത്ത് പോവും. കുറച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കറുപ്പിൽ നിന്ന് കുറച്ച് മാറി വേറൊരു കളറിലേക്ക് വരും. ഫുള്ള് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സാന്ദ്രത മാക്സിമം കൂടി, ഡെൻസിറ്റി മാക്സിമം കൂടി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കിയിടാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ വരുന്നത്, സ്കിന്നിൻ്റെ സാച്ചുറേഷനും അതിൻ്റെ ഡെൻസിറ്റിയും. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മേലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇത്തിരി കൂട്ടിയിടുകയാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സെൻറ്റർ പോയിന്റ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുന്നത് കണ്ടോ. സൂക്ഷിച്ച് നോക്കിയേ, ഇപ്പോൾ കുറച്ച് വെളുത്തൊരു കളറിലേക്ക് വരും. നോക്കിക്കോട്ടോ, ബാക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കറുത്തൊരു കളറിലേക്ക് വരും. കണ്ടോ, ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, സെൻറ്റർ പോയിന്റ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നാൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഓക്കെ, ചെറിയ മാറ്റങ്ങളാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഈ സ്ക്രീനിൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല. ഇനി ഇതിൻ്റെ ഹ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഹ്യൂ മാറ്റാൻ അല്ലേ. കണ്ടോ സ്കിൻ ടോൺ മാറി മാറി വരുന്നത്. നമുക്ക് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഹ്യൂവിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് അടിച്ചാൽ റീസെറ്റ് ആയിട്ടേ, ഇവിടെ റീസെറ്റ് അടിച്ചാൽ റീസെറ്റായി. അതേപോലെ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ ഇത് റീസെറ്റായി. ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ റീസെറ്റായി. ഓക്കെ ആണ്. ഇനി നമുക്ക് ഈ ബ്ലൂവിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഹ്യൂ മനസ്സിലാവും. ബ്ലൂവിൽ വന്ന് ഹ്യൂ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണേ. കണ്ടോ, വേറൊരു കളറിലേക്ക് വന്നു, ഇത് വേറൊരു കളറിലേക്ക് വന്നു. അപ്പോൾ ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഹ്യൂ തന്നെയാണ്, ഒരു കളറിൻ്റെ വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെ, കുറച്ച് ബാറുകളും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളൂ. ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ കേട്ടോ, ആ ഒരു സംഭവമായിട്ട് മാറുന്നുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ഡെൻസിറ്റീൻ്റെ ഡെൻസിറ്റി ഒക്കെ കാണുന്നുണ്ട്. പിന്നെ സാച്ചുറേഷൻ, അവിടെ സാച്ചുറേഷൻ ഉണ്ട്. ഫുള്ളി കൺട്രോൾഡ് ആണ് കേട്ടോ. മൊത്തം സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സാച്ചുറേഷൻ ഇങ്ങോട്ട് കൂട്ടി സാച്ചുറേഷൻ്റെ ബാലൻസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തൊട്ടിപ്പുറം കണ്ടോ, ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം വേണം എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഡെൻസിറ്റി ഡെപ്ത് കൂട്ടണോ കുറയ്ക്കണോ ആണ് ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് ഫൈനൽ ഹ്യൂ ഉണ്ട്. മൊത്തത്തിൽ കളർ ഹ്യൂ ഇങ്ങനെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇത്രയും കുറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിവിടെ വരുന്നത്. കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തൊന്നും പഠിക്കാനില്ല. എന്നാലും ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. സ്കിന്ന് പിക്ക് ചെയ്യാനൊക്കെ ഇത് സ്കിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്കിന്നിന് ഇത്തിരി സാച്ചുറേഷൻ കൂട്ടണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിത് മെയിനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൻ്റെ അകത്ത് ഈ ഒരു സംഭവം, അതായത് കളർ വാർപ്പർ എന്താണെന്ന് നോക്കാം. അതിനുശേഷം ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ക്വാളിഫയറും ഇത് രണ്ടും ഒരു വീഡിയോയിൽ ചെയ്യാം അല്ലേ.
അത് കഴിഞ്ഞ ശേഷം നമുക്ക് വിൻഡോ ഒന്ന് പഠിക്കാം. വിൻഡോ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയ ആണ്. നമ്മുടെ മാസ്കിംഗ് ഒക്കെ പറയുമ്പോഴത്തെ ഏരിയ ആണ്. മാസ്ക് ചെയ്ത ശേഷം ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാജിക് മാസ്കിംഗ് ഉണ്ട്. അതിനുശേഷം ഷാർപ്പ് അതുപോലെ ബ്ലർ ആക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ടേക്ക് പറഞ്ഞുതരാം. ഇനി ഇങ്ങോട്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പറയാം കേട്ടോ. ഓക്കെ എന്നാൽ